4 മണിക്കൂർ ഉറങ്ങാൻ പറ്റാത്തതിന്റെ ക്ഷീണത്തോടെ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് സംഭവ വിജിലമായി എന്തോ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായി, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മലേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ വെള്ളം കുടിച്ചില്ല പറഞ്ഞാൽ മോശമില്ലെന്ന് വെച്ചിട്ട് നേരെ കപ്പും എടുത്ത് 10 വട്ടാലും കുടിച്ചാലും കുടിക്കാത്ത കുടിയും കുടിച്ച് അടുത്തതായി വിശപ്പ് മാറ്റാൻ വേണ്ടി വല്ല ചിപ്സും വാങ്ങി തിന്നാ വെച്ച് നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ വായിച്ചെടുത്തു. കൂടെയുള്ള എല്ലാ ബാഡീസിനെയും താങ്ങി തൂങ്ങി നല്ല ക്ഷീണമുണ്ടെങ്കിലും മുഖത്ത് അത് ഒട്ടും കാണിക്കാതെ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ സുന്ദരിയായ എയർ ഹോസ്റ്റേഴ്സ് കണ്ടപ്പോൾ ആ ഉറക്കം പോയ ഉറക്കം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ദേ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ. ഇവരാണ് സുഹൈൽ, അപ്പുറത്ത് നിൽക്കുവൻ ഷെബീർ, ഇരട്ട പേര് പാക്കരൻ. വണ്ടിയും എടുത്ത് നേരെ എന്നെ കൊണ്ടുപോയത് ആദ്യം തന്നെ ഒരു ചായ കുടിക്കാനായിരുന്നു. നാട്ടിലെ എന്റെ ചെറുപ്പം മുതലുള്ള അടുത്ത കൂട്ടുകാരാണ് ഇത്, ഡിങ്കും മിങ്കും. നാട്ടിലിറങ്ങിയ ഉടനെ ആദ്യം ഒരു ചൂട് ചായ കുടിക്കുക, അതും ഒരു ചിയേഴ്സ് വിത്ത് പാക്കരൻ. 2 വർഷത്തിന് ശേഷം നാട്ടിലത്തെ ചായക്കൊക്കെ എന്താ സ്വാദ്, അന്തസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പുറത്ത് അവൻ നിന്നിട്ട് അവന്റെ ഭാര്യനോട് ചൊള്ളിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോ നേരെ ഡാഡർ വക ഒരു കൈതരലും ഒരു വാരി പുലർത്തലും വന്നതുകൊണ്ട് സ്വീകരണം കുറച്ച് കൂടുതലായിരുന്നു. നല്ല തേങ്ങ അരച്ച ചിക്കൻ കറി മമ്മിയുടെ വക. മമ്മിയുടെ കൈപ്പൊടി അറിയാതുകൊണ്ട് സുഹൈലും പാക്കരുടെ അവിടെ അത് വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. എന്റെ മോനെ നാട്ടിൽ വന്നിട്ട് പൊറോട്ടി മമ്മിയുടെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചപ്പോ വീണ്ടും അന്തസ് എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. അതിനുശേഷം മമ്മി മഞ്ഞൾ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു എന്നുള്ള കഥ അവരോടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ.